മറ്റു വാർത്തകളിലേക്കാണ് ഇന്ന് നമ്മൾ ടിയാൻ ടോക്കിൽ ജനങ്ങളോട് ചോദിച്ച അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യത്തിലേക്കാണ് പോകുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ ഇ.ഡി. റെയ്ഡിൽ ഇന്നും മൗനം തുടർന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. തുടർച്ചയായ 9ാം തവണയും ഇത് സംബന്ധിച്ച മാധ്യമങ്ങളുടെ ചോദ്യത്തോട് വി.ഡി. സതീശൻ പ്രതികരിച്ചില്ല. ആഭ്യന്തരമന്ത്രിയും മറ്റ് നേതാക്കളെല്ലാം പ്രതികരണം നൽകി. എന്തിന് സ്റ്റാലിനും കെജ്രിവാളും അടക്കം ഇ.ഡിക്കെതിരെ ആഞ്ഞടിക്കുകയും ചെയ്തു. എന്നിട്ടും കേരള മുഖ്യമന്ത്രി എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു? മാധ്യമങ്ങളെ കാണുകയും സംസാരിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് ഇപ്പോഴെന്തു പറ്റിയെന്ന് പ്രതിപക്ഷം ചോദിക്കുന്നു. മോദി വി.ഡി. ഇ.ഡി. എന്ന ലൈനാണെന്നുള്ള വിമർശനവും ഉയരുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ജനങ്ങൾക്കുള്ള പ്രതികരണം എന്താണ് എന്ന് കേൾക്കാം. കഴിഞ്ഞ ദിവസമാണ് എൻ്റെ ഈ പിറകിൽ കാണുന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലുള്ള വാടക വീട്ടിൽ ഇ.ഡി. റെയ്ഡ് നടക്കുന്നത്. 8.5 മണിക്കൂർ നീണ്ട റെയ്ഡിന് ശേഷം പിണറായി വിജയൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ കടമെടുത്തായിരുന്നു. എന്തുകൊണ്ടാണ് കേന്ദ്ര ഏജൻസികൾ പിണറായി വിജയനെ തേടിയെത്താത്തത് എന്ന ആ പ്രതികരണം ആയുധമാക്കിയാണ് CPIMന്റെ നിലവിലെ പ്രചരണം. പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നേരിൽ കണ്ട് മണിക്കൂറുകൾക്കകമാണ് ഇ.ഡി. റെയ്ഡ് നടന്നതെന്ന ആരോപണവും CPIM ഇതിനോടൊപ്പം ഉന്നയിക്കുന്നു. എന്നിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇ.ഡി. റെയ്ഡിൽ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല? നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം. മുഖ്യമന്ത്രി എല്ലാത്തിനും ഒരു പേടിയോടെ ഒളിച്ചോടുന്ന പോലെയാണ് തോന്നിയിട്ടുള്ളത്. അതിപ്പോൾ ഏത് കാര്യത്തിനായിട്ടുണ്ടെങ്കിലും മുമ്പ് പറഞ്ഞ രീതിയിലല്ലേ ഇപ്പോൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഇപ്പോൾ അടുത്ത UDF മന്ത്രിമാർ പുറകെ വരുന്നുണ്ടെന്ന് വാർത്തയിൽ കാണുന്നുണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലും പേടിയായിരിക്കുക. പ്രതികരിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? നാടിന്റെ നമ്മുടെ മുഖ്യമന്ത്രിയല്ലേ, അപ്പം പ്രതികരിച്ചല്ലേ പറ്റൂ. പ്രതികരിക്കണം. അങ്ങനെ മുഖ്യമന്ത്രിയല്ലേ, പറയണ്ടേ എന്തെങ്കിലുമൊക്കെ. പുള്ളിക്കാരെ അറിയാതെ ഇത് ചെയ്യണത് മോശമല്ലേ? എന്നാലും നമ്മളെ സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രിയല്ലേ. മുഖ്യമന്ത്രി പ്രതികരിക്കേണ്ടതാണ്. കേരളത്തിൻ്റെ അകത്തുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് മുഖ്യമന്ത്രി പ്രതികരിക്കേണ്ടത് ആയിട്ടുള്ള കാര്യങ്ങളല്ലെങ്കിൽ പോലും അങ്ങനെ ഒരു സംഭവത്തെ കേരളത്തിൽ നടക്കുന്ന കാര്യമല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചൊരു പ്രതികരണം അത്യാവശ്യമാണ്. അത് അയാൾക്ക് പേടിയുള്ളത് കൊണ്ടായിട്ടുണ്ടോ? ഇനി ഒരാൾക്ക് പേടി ഉണ്ടെങ്കിലല്ലേ മറ്റുള്ള ഒരാളെ ഇതാക്കേണ്ട ആവശ്യമുള്ളത്. സതീശൻ സാർ ചിലപ്പോൾ ഇന്ന നാളെയായിട്ട് പ്രതികരിച്ചേക്കാം, പറയാൻ പറ്റൂല. ഇതിനു മുമ്പ് പ്രതിപക്ഷ നേതാവ് മന്ത്രിയായിട്ടുണ്ടാകുമ്പോൾ ഇങ്ങനത്തെ സംഭവം നടന്നതല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എന്തുവേണം സംഭവിക്കണം. അയാൾ എന്തുണ്ടെങ്കിലും കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാണ് പറയാറുള്ളത്. അപ്പോൾ ഒരു സന്ദർഭം കിട്ടാൻ കേൾക്കുന്നുണ്ടാവും. വെയിറ്റ് ചെയ്ത് നോക്കാം. തീർച്ചയായിട്ടും ഒരു നല്ലൊരു പ്രതികരണം ഉണ്ടാവും. കാരണം മൊത്തത്തിൽ അറിയാത്തത് കൊണ്ട് പെട്ടെന്ന് ചാടിക്കയറി എന്തായാലും പറഞ്ഞാൽ അത് പ്രശ്നമല്ലേ, അതുകൊണ്ടായിരിക്കാം. ഉണ്ടാകുന്നത് പേടിച്ചിട്ടല്ല, എന്തിനാണ് കുറച്ച് നോക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവും എന്നായിരിക്കും പ്രതികരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ എല്ലാ രാഷ്ട്രീയത്തിലും നമ്മൾ അങ്ങനെ ഒരു പ്രത്യേകിച്ച് അങ്ങനെ ഇപ്പോൾ കാര്യമല്ലോ ഉള്ളൂ. ഇപ്പോഴും എന്തിനാണെന്ന് അറിയാമല്ല. പുള്ളി ഒരു കേപ്പബിൾ ആയിട്ടുള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. പ്രതികരണം പ്രതീക്ഷിക്കാം. സംസ്ഥാന സർക്കാരുമായിട്ട് അതിന് ബന്ധമില്ലല്ലോ, അതുകൊണ്ട് പ്രതികരിക്കേണ്ട. അല്ല, അന്നേരം മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിലാണല്ലോ ഇ.ഡി. റെയ്ഡ് ഉണ്ടായത്. പക്ഷേ കോൺഗ്രസ്സുകാർക്കെതിരെയൊക്കെ ഭയങ്കര അത് പാർട്ടിയുമായിട്ടും ആ മുഖ്യമന്ത്രിയായിട്ട് തന്നെ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേസിന്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആളുകളുടെ ഇക്കാര്യത്തിലുള്ള പ്രതികരണം നമ്മൾ കേട്ടത്. എന്തായാലും മുഖ്യമന്ത്രി പ്രതികരിക്കും എന്നുള്ള പ്രതീക്ഷയാണ് കൂടുതൽ ആളുകളും പങ്കുവെക്കുന്നത്. ഇനി